തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിലേക്ക്. മേലാറഞ്ഞൂരിലെ വാൽവിലെ തകരാർ പരിഹരിച്ച് രാത്രിയോടുകൂടി പമ്പിംഗ് ആരംഭിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധന വേണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. വലിയ പ്രവൃത്തികൾ നടക്കുമ്പോൾ നഗരസഭയെ മുൻകൂട്ടി അറിയിക്കണമെന്നും ആവശ്യം. നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 44 ഡിവിഷനിലാണ് കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഡിവിഷനുകളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ടോ? 4 ദിവസം നീണ്ടുനിന്ന തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മേലാറന്നൂരിലെ വാൽവിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അരുവിക്കരയിൽ നിന്നും പമ്പിംഗ് ആരംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രിയോടുകൂടി തന്നെ വെള്ളം എത്തിത്തുടങ്ങി എന്നുള്ളതാണ് അധികൃതർ പറയുന്ന ഒരു കാര്യം. നഗരത്തിൽ പൂർണ്ണമായി ഇന്ന് വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. റെയിൽവേയുടെ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് നഗരത്തിൽ കുടിവെള്ളത്തിനായി അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതായിരുന്നു ഈ പ്രശ്നത്തിനൊക്കെ തന്നെ കാരണം. അതോടൊപ്പം തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുൻകൂട്ടി നഗരസഭ അറിയിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരോട് മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും വെള്ളം എത്തുന്നത് വരെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടി തുടരാനാണ് നിലവിലെ തീരുമാനം. അതേസമയം കുടിവെള്ള പ്രതിസന്ധിയുടെ ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇന്ന് നഗരത്തിലെ അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യം.